അതെ ഗൈസ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒട്ടുമിക്ക പേരുടെയും ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവുന്ന അനുഭവിച്ചിട്ടുണ്ടായിരിക്കുന്ന കാര്യങ്ങളാണ്. യെസ്, നമ്മുടെ സ്നേക്കുകളെ കുറിച്ച്. ഞാൻ എൻ്റെ ലൈഫിൽ കുറേ സ്നേക്കുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് സ്നേക്കുകൾ. എനിക്ക് തോന്നുന്നു വാവ സുരേഷ് പോലും ഇത്രയും ഡിഫറെൻറ്റ് ആൻഡ് പോയിസണസ് ആയിട്ടുള്ള സ്നേക്കുകളെ കണ്ടിട്ടുണ്ടാവില്ല. അത്രക്കും ലോട്ട്സ് ഓഫ് സ്നേക്സിനെ ഞാൻ എൻ്റെ സ്കൂൾ ലൈഫിലാണ് മെയിനായിട്ട് കണ്ടുമുട്ടിയിട്ടുള്ളത്. കോളേജ് ലൈഫില്ലല്ലോ, കോളേജ് ലൈഫ് തുടങ്ങണം അത്രേ. ലെറ്റ്സ് ഹോപ്പ് അവിടെയും സ്നേക്കുകൾ ഉണ്ടാവും. സ്നേക്കുകളുടെ ഒരു ഗ്രൂപ്പിന് ഉണ്ടാവും, ഒരു ഗ്യാങ്ങിന് ഉണ്ടാക്കിയിട്ട് എല്ലാ സ്നേക്കുകളും ഒത്തുകൂടുന്ന കാഴ്ചകൾ വരെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ സ്നേക്കിൻ്റെ പ്രത്യേകതയൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമ്മുടെ മുമ്പിൽ നിന്ന് നല്ല പെരുമാറ്റമായിരിക്കും, മുമ്പിൽ നിന്ന് നല്ല സ്വഭാവം, നല്ലോണം നമ്മളെ പൊക്കി സംസാരിക്കും. പക്ഷെ നമ്മൾ തിരിഞ്ഞൊന്ന് നിന്നാൽ അവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് ലെറ്റ്സ് ഇമാജിൻ. ആൻഡ് നമുക്കത് കറക്റ്റ് അത് കാണാൻ പറ്റും, റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 5th സ്റ്റാൻഡേർഡ് തൊട്ടാണ് കേട്ടോ ഞാൻ ഈ സ്നേക്കുകളെ കുറിച്ചൊക്കെ ഇങ്ങനെ അറിഞ്ഞു തുടങ്ങുന്നത്. ഐ മീൻ ആ സമയത്ത് നമുക്ക് ഇങ്ങനെയൊന്നും അറിയില്ലല്ലോ. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടുത്തിയിട്ടുള്ളതും ഏറ്റവും നമ്മളെ വീക്ക് സൈഡ് നോക്കിയിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് പരിഹസിച്ച് ബോഡി ഷെയിം ചെയ്തിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അത് ബുദ്ധിയില്ലാണ്ട് ആ ഒരു പ്രായത്തിനനുസരിച്ച് ആ ഒരു സമയത്ത് ചെയ്തതാണെന്ന് അറിയാം. പക്ഷേ നമ്മുടെ മനസ്സിൽ ഏൽക്കുന്ന മുറിവുണ്ടല്ലോ, അത് ഒരിക്കലും ആ ഒരു മുറിവിൻ്റെ പാടൊരിക്കലും ഉറങ്ങൂലെന്ന്. അപ്പോൾ അത് ഒരിക്കലും ഉണങ്ങൂല. അപ്പം അങ്ങനെ കുറേ ഫ്രണ്ട്സ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അവർ റിയൽ ലൈഫിൽ അങ്ങനെ ചെയ്ത ആൾക്കാരെ നമ്മൾ ഒരിക്കലും അവരുടെ മുഖം മറക്കാൻ പറ്റില്ല. പിന്നീട് അവരുമായിട്ടൊരു കമ്പനിക്ക് പോകാനും പറ്റില്ല. അങ്ങനെ ഇപ്പോൾ എനിക്ക് എൻ്റെ ലൈഫിലേക്ക് തിരിച്ചു വന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ആ സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ച് വേദനിപ്പിച്ചിട്ട് ഇപ്പോൾ കമ്പനി ആവാൻ വേണ്ടി നോക്കുന്ന ആൾക്കാർ. പക്ഷേ നമുക്കൊരിക്കലും അവരോട് അങ്ങനെ അത്രയും ഒരു ക്ലോസ് ആവാൻ വേണ്ടി നമുക്കൊരിക്കലും സാധിക്കില്ല. കാരണം നമ്മൾ മനസ്സിലായിട്ട് ആ ഒരു മുറിവ് അതൊരിക്കലും മറക്കും, പക്ഷേ അതൊരിക്കലും ഹീൽ ചെയ്യൂല. ഇപ്പോൾ നമ്മൾ അവരുടെ ഫേസ് കാണുമ്പോൾ അതെല്ലാം നമുക്ക് ഇങ്ങനെ ഓർമ്മ വരും. അങ്ങനെയല്ലേ ഗൈസ്? അതും ഏറ്റവും വിഷമമുണ്ടാക്കുന്നത് ഒരു കുഞ്ഞു മനസ്സിന് താങ്ങാൻ പറ്റാത്ത രീതിയിൽ ഏറ്റവും കൂടുതൽ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഏതെങ്കിലും ഒരാൾക്ക് ക്ലാസ്സിൽ ഇഷ്ടമുണ്ടാവില്ല. ഇപ്പം എന്നെ ഒരു ഗ്യാങ്ങിന് മൊത്തത്തിൽ ഇഷ്ടമില്ലെങ്കിൽ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ക്ലാസ്സിലെ എല്ലാ ഗേൾസിനോടും പറയും, അവളോട് സംസാരിക്കണ്ട കേട്ടോ, അവളിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലാത്തതൊക്കെ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കും. എന്നിട്ട് എല്ലാ ഗേൾസും പെട്ടെന്ന് ഒരു ദിവസം ആരും സംസാരിക്കുന്നില്ല, ആരും മൈൻഡ് ചെയ്യുന്നില്ല, എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നു. ഞാൻ ഒറ്റയ്ക്ക് ബോയ്സ് അങ്ങനെയില്ലല്ലോ, ബോയ്സായിട്ടൊന്നും കമ്പനിയില്ല. അപ്പോൾ ഇങ്ങനെ ഒറ്റപ്പെടുത്തുക, അവോയ്ഡിങ് അറ്റ് ദ പീക്ക് ലെവൽ. ആൻഡ് അത് എങ്ങനെയാണ് അത് പറയേണ്ടത്? എനിക്ക് ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ തന്നെ എനിക്കിങ്ങനെ വിറക്കുന്നു. അത്രക്കും അത് ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനാണ്. ഒരാളെയും അങ്ങനെ ചെയ്യാൻ പാടില്ല, ഒരിക്കലും ഒരാളെയും അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ഒരു അവസ്ഥ ഒരാൾക്ക് ഉണ്ടാവാൻ പാടില്ല. ഒറ്റപ്പെടുത്തുക, ഒരു കാരണവും ഇല്ലാണ്ട് വെറുതെ ഒരു കുഞ്ഞു മനസ്സിനെ ഇങ്ങനെ നോവിക്കുക. ഞാൻ പറഞ്ഞത് ഞാൻ 6th 7th പഠിക്കുമ്പോഴാണ്. ആ സമയത്ത് നമ്മൾ ചെറിയ കുട്ടിയാണല്ലോ. അപ്പോൾ വെറുതെ ഇല്ലാത്തതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ക്ലാസ് മൊത്തം നമ്മൾ അവോയ്ഡ് ചെയ്യുക. അതും ഗേൾസാണ് മെയിനായിട്ട്. അപ്പോൾ ആ ഒരു സമയം മുതലാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഗേൾസിനെ ഇഷ്ടമല്ലായിരുന്നു. എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ ഈ ഗേൾസിൻ്റെ അളവ് വളരെ കുറവാണ്.